നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് പുഴ കടക്കുന്ന ഒരു വള്ളം പോലെയാണ്. അതിങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ അനാവശ്യമായ ചെറിയൊരു അനക്കം മതി അത് മറിയാൻ. ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമപ്പെടും. അത് പിന്നെ അനാരോഗ്യമാകും, പല പല പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. കുടുംബത്തിലെ ഒരാൾക്ക് പ്രശ്നം വന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ അസ്വസ്ഥയുണ്ടാകും അല്ലേ? സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മളെ അതിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഒരു കുടത്തിൽ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഓട്ടകളുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം നിറച്ചാലും അത് വെറുതെയാണ്. ആദ്യം ഓട്ടകൾ അടയ്ക്കുക, പല കാര്യങ്ങൾക്ക് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രതിസന്ധിയോ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇന്നത്തെ നമ്മുടെ വരുമാനത്തെ മറച്ചു വെച്ച് കടം വാങ്ങി പ്രകടിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ കടം വാങ്ങുക എന്ന് പറയുന്നത് ജീവിതത്തിന് ഓട്ടയിടുന്നതിന് തുല്യമാണ്. അപ്പോൾ ഉള്ള സമാധാനവും ഈ സമ്പത്തിൻ്റെ കൂടെ ഒഴുകിപ്പോകും. പ്രശ്നങ്ങൾ വരുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളൂ. ആദ്യം അത് നിർത്തുക. അത് നിർത്തിയാൽ തന്നെ നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക, എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക. അപ്പോൾ മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും. ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉയർത്തുക, ചിലവുകൾ കണ്ടെത്തി കുറയ്ക്കുക. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുള്ള ജീവിത രീതി മാറ്റിയിട്ട് ഉള്ളതുകൊണ്ട് വയറ് ചുരുക്കി ജീവിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരിക്കലും പറ്റില്ല. ഉള്ളതുകൊണ്ട് ചുരുക്കി ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി കിട്ടും. അങ്ങനെ ചെറിയ ചെറിയ വരുമാനത്തിലൂടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലേക്ക് വരാൻ പറ്റും. നമ്മുടെ കുടുംബങ്ങളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അതിലൂടെ കുറച്ച് നാൾ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഒരു കമ്പാണെങ്കിൽ വളച്ചാൽ ഒടിയുക, എന്നാൽ ഒരുപാട് കമ്പ് ചേർത്ത് വെച്ചാൽ ഒടിയില്ല എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടുക. അപ്പോൾ ആ കുടുംബത്തെ ഓടിക്കാൻ ആർക്കും പറ്റില്ല. മനസമാധാനം വീണ്ടെടുത്താൽ ഏത് പ്രതിസന്ധിയെ സാവകാശം നമുക്ക് മറികടക്കാൻ സാധിക്കും. തുറക്കട്ടെ മനസ്സുകൾ.